അപ്പോൾ മഹാഗുരു ശരണം, ഹരഹരോ ഹരഹര. അപ്പോൾ ഇവിടെ നിന്ന് കാളികാമ്പാടിൻ്റെ അവിടെ നിന്ന് അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഉണ്ടല്ലോ ഇവിടെ എങ്ങാണ്ടാണ് ബോഗർ സമാധി. ഇത്ര സ്ട്രോങ് ആയ പാറകളാണെന്ന് നോക്കൂ. പോസിറ്റീവ് എനർജിയുള്ള പാറ. ഇവിടെ നടന്നു പോകുന്നൊരു കൈവരിയൊക്കെ ഉണ്ട് കണ്ടോ. പക്ഷേ ഒറിജിനൽ ശരിക്കുള്ള ബോഗർ സമാധിയിലേക്ക് അവർ വിടുന്നില്ല. പക്ഷേ നമ്മുടെ LMR ക്യാപ്റ്റൻ ശ്രീ രജിത് കുമാർ സാറിന് അതിന് പോകാനുള്ളൊരു നിയോഗവും ഭാഗ്യവും കിട്ടി. ഇത്ര 10-15 വർഷങ്ങൾ അദ്ദേഹം ഈ മുരുകൻ ഭഗവാന്റെ ആ ഒരു ഇത് കിട്ടിയതിന് ശേഷം വരികയും അന്നത്തെ കമ്മീഷണറെ കണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഇൻഡ്യൂഷൻസ് കാഴ്ചകൾ അതൊക്കെ ഇത് ചെയ്ത് അദ്ദേഹം ബോഗർ സമാധി പോയ കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ യുഗപ്രവയ്ക്ക് മുമ്പിൽ ഒന്നാം ഭാഗത്തിലുണ്ട്. അത് വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യുഗപ്രവയ്ക്ക് മുമ്പിൽ രണ്ടാം ഭാഗം അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. LMR ഗ്രൂപ്പിൽ അത് കണ്ടായിരുന്നു. ഇത് കണ്ടോ, അവിടെ നിന്ന് പടിക്കെട്ടുണ്ട്, മുകളിൽ നിന്ന് പടിക്കെട്ട് കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കണത്. വീഡിയോ എടുക്കുമ്പോൾ എവിടെയാണോ ബോഗർ സമാധി എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഇതുപോലെ കാണുന്നുണ്ട്, ഇത് കണ്ട എന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഇതറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പുറത്ത് പോകാൻ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ അകത്ത് വരാത്ത രീതിയിൽ ഇവിടെ ബന്ദോബസ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. ഇതിൽ വളരെ സമാധാനത്തോടുകൂടി നടക്കാം. പിന്നെ എല്ലായിടത്തും ഫ്രീ ടോയ്ലറ്റ് അതും ഇത് ചെയ്തിട്ടുണ്ട്. മലയുടെ കറക്റ്റ് ഇത് കാണുന്നുണ്ട്. ഇവിടെ ജലസംഭരണിയാണെന്ന് തോന്നുന്നു. ഇത് ജലസംഭരണിയാണ്. കണ്ടോ, വെള്ളം പോകുന്ന പൈപ്പ് ജലസംഭരണിയാണ്. മുകളിലേക്കുള്ള ജലം ശേഖരിക്കുന്നതാണെന്ന് തോന്നുന്നു. പൈപ്പ് കാണുന്നുണ്ട്. ഒരു ഗിരിവലം ഇത് സങ്കല്പം ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകാനായിട്ട്, എല്ലാവർക്കും പൂർണ്ണാരോഗ്യം, ദീർഘായുസ്, സത്സന്താനം, നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും എല്ലാം അനുകൂലമാകാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. രാവിലെ ടൈമെത്തിയല്ലേ? 8:10 ഞങ്ങളിവിടെ എത്തുമ്പോൾ കേട്ടോ. ഞങ്ങളുടെ ഗായത്രിജിയുടെ അടുത്ത് ഇത് ചോദിക്കായിരുന്നു. ഇവിടെ നിന്ന് മുകളിലേക്ക് ഇലക്ട്രിക് ലൈനാണെന്ന് തോന്നുന്നു, വലിച്ചിട്ടുണ്ട്. കണ്ടോ, 2 കമ്പി കാണുന്നുണ്ട്. പാറ 5000 വർഷങ്ങൾക്ക് മുമ്പ് ബോഗർ സ്വാമി ഇങ്ങനെ കൂടിയൊക്കെ ഇതായി കയറി നവപാഷാണ വിഗ്രഹം അവിടെ വേറെ ഇടത്താണ് തയ്യാർ ചെയ്തതെന്നൊക്കെ പറയുന്നു. അക്കിതേന്തി ആ സ്വച്ചിലുമാണ് സർ. എന്തേരി എസ് ഇത് ഇതല്ലാതെ കുഴപ്പമെന്നാ തക്കതക്കവും കാണുന്നു. അപ്പോൾ തൽക്കാലം ആ സ്വാമിക്ക് യഥാശക്തി കൊടുത്തപ്പോൾ ഗായത്രിജിയുടെ അടുത്ത് ഫോൺ കൊടുത്താണ്. ബാറ്ററി കാറ് പോകുന്നു. ബാറ്ററി കാറ് ഒരു സർവീസ് നല്ല ഇതാണ്. പക്ഷേ അതെന്തെങ്കിലും ഫ്രീ ആക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ അവർ കാശ് വാങ്ങിക്കുന്നു, ചായ കുടിക്കാൻ കാശ്. അപ്പോൾ ശരിക്കും അതിനൊരു ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഒരു വരുമാനം ഇതുമായിട്ട് ഇത് ദേവസ്വത്തിനും ഇതും ഇല്ലാത്ത രീതിയിൽ അവർ ഇത് ചെയ്യാണ്. എന്താണ് മനുഷ്യൻ്റെ ഒരു ഇവിടെ ഒരു മയിലുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം അത് നമ്മളവിടെ ഉണ്ടത് വടക്ക് വശം. വടക്ക് ഇത് പടിഞ്ഞാറാണെന്ന് തോന്നുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ഈ മയിൽ വെച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അമ്പലത്തിൻ്റെ നടയുടെ ആ ശ്രീകോവിലിൻ്റെ നേരെയാണോ ഈ മയിലുള്ളതെന്ന് ഒരു സംശയമുണ്ട് കേട്ടോ. അവിടെ കാര്യം ശ്രീകോവിൽ പടിഞ്ഞാറോട്ട് നോക്കിയാണ്. സിത്തറുകൾ പഴനി മർമ്മണ വിലാസ്, പഴനി പരിമണ വിലാസ് സിദ്ധറുകൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേതോ ക്ഷേത്രമാണ്.
ബോർഡൊന്നും കാണുന്നില്ല. എന്തോ ക്ഷേത്രമാണ് ഇവിടെ കേട്ടോ. ഒരാൾ ഇവിടെയുണ്ട്. ഗോമാതാക്കൾ വരുന്നു. മേയ്ക്കാനായിട്ട് കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്നു. ചിത്രശലഭം പറക്കുന്നു. ഒരു കാലഭൈരവൻ്റെ ആൾ കറുമ്പൻ എനിക്ക് തോന്നുന്നത് ഇവരുടെ സംരക്ഷകനാണെന്ന് തോന്നുന്നു. ഇത് അടുത്ത ആൾ ഇവരുടെ കൂടെയാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് അവരുടെ സംരക്ഷകനാണ് അടുത്ത ആൾ. ഓരോരുത്തരും അവർക്ക് അവരുടെ ടെറിട്ടറി ഉണ്ട്. ഇത് ശ്രീ മഹാശ്രീ ഗുരുസ്വാമി ജീവസമാധി, ഗുരുസ്വാമിയുടെ ജീവസമാധിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇവിടെ വരുമ്പോൾ നമ്മൾ വെറുതെ നേരത്തെ പ്ലാൻ ചെയ്യാണ്ട് വരിക, എന്നിട്ട് 2-3 ദിവസം ഇവിടെ നിന്ന് മനസ്സ് നിറയോളം നിന്ന് ധ്യാനം ചെയ്ത് ഇവിടുത്തെ എനർജി കംപ്ലീറ്റ് സ്വീകരിക്കുക. ഇത് നമ്മളൊരു ഒരു ടൈം വെച്ചിട്ട് ഇന്നലെ വൈകിട്ടെത്തി, ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, അപ്പോൾ ആ രീതിയിൽ വരുന്നു. അപ്പോൾ ഒരു ഓക്കെ ഇങ്ങനെയും ഇത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ പഴനി ഗിരിവലം തുടരുകയാണ് കേട്ടോ. ഇത് പേരാലാണെന്ന് തോന്നുന്നു. ബാറ്ററി കാറുകൾ. ഇത് വളരെ ശാന്തസുന്ദരം, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതാ മലയുടെ ഭാഗം കാണുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇനി വീഞ്ചിൻ്റെ അടുത്തെത്തും. പണ്ട് പഴനി ഗിരിവലം ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ അപൂർവമാണ്. നമ്മളും ചെയ്യാൻ പ്ലാൻ ചെയ്തതല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് കാണുന്നവർക്ക് വേണ്ടി മുരുകൻ ചെയ്യിച്ചതാണെന്ന് തോന്നുന്നു. കാര്യം മുകളിൽ റോപ്പ് വേ എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തേക്കാണ് അത് ബ്ലോക്കായിരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ ഇവിടെ ഗണപതി വിഗ്രഹം റോപ്പ് വേ ഇല്ലയെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ പോയിരിക്കാനും, പിന്നെ ആ സ്വാമി മീനാക്ഷി അമ്മൻ കോവിലിലെ സ്വാമി ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഓം എന്നുള്ള ഇതിലാണ് നമ്മൾ ഇതെടുക്കുന്നതെന്ന് പറയുകയും പ്രദക്ഷിണം എടുക്കുന്നതെന്ന് പറയും. അന്നാ ഒന്ന് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും. മലയുടെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ തെക്ക് വശത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഞ്ചുള്ള ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇത് കാണുന്ന വീഞ്ചുള്ളതാണ്. ഇപ്പോൾ 7 മിനിറ്റ് 51 സെക്കൻഡാണ് ഞാനിത് സംസാരിക്കുമ്പോൾ. മുത്തുകോട്ടൽ ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ ഇതായതുകൊണ്ട് ഇവിടുത്തെ കുറേ ഇതൊക്കെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു, കെട്ടിടങ്ങൾ. ബാറ്ററി കാറ് നമ്മൾ ഗിരിവലം ചെയ്യുകയാണ്. ഇപ്പോൾ തെക്ക് വശത്തെത്തി. വീഞ്ച് തെക്ക് നിന്ന് വടക്കോട്ടാണ് കയറണമെന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശം പറയാണ് കേട്ടോ, കറക്റ്റ് അറിയുന്നൊരു താഴെ കമൻറ്റ് ചെയ്യണേ. എന്താണ് പറയണതെന്നൊന്നും ആരും വിചാരിക്കുക. ഞാൻ ഉദ്ദേശം പറയാണ്. കാര്യം ഇതിനകത്ത് ആപ്പൊന്നും ഇതില്ല. ഇവിടെ എന്തോ ഒരു തറ ഉണ്ട്, ഒരു പുളിമരം, അതിൻ്റെ താഴെ തറ, ഒരു കല്ലുണ്ട്. പക്ഷെ അവിടെ വീട്ടിലെ പഴയ ഫോട്ടോ ഒക്കെ ആരോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തോ പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് തോന്നും. ഒരുപക്ഷെ ഈ അതിർത്തി ആയിരിക്കാം. ഇവിടെ വർക്ക് നടക്കുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു. അപ്പോൾ വിഞ്ച് സ്റ്റേഷനാണിത്. രാമനാഥർ സ്പോർട്സ് വിഞ്ച് സ്റ്റേഷനാണ്. ഇവരുണ്ട്, നമ്മുടെ വാനരന്മാരുണ്ട് ഇവിടെ. പണ്ട് ഇഷ്ടം പോലെ കാണുമായിരുന്നു, ഇപ്പോൾ വളരെ കുറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ ചൈനയിൽ നമ്മുടെ സുജിത് ഭക്തൻ്റെ എന്തോ ഒരു വീഡിയോ കണ്ടിരുന്നു. ചൈന മല കയറാനായിട്ട് അവർ എസ്കലേറ്റർ അല്ലേ നമ്മൾ ഈ മാളിലൊക്കെ പോകുമ്പോൾ ചവിട്ടി കയറണം, അത് വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് വീഞ്ച് സ്റ്റേഷൻ കേട്ടോ. ആൾക്കാർ ഇരിപ്പുണ്ട്. 60 ഞങ്ങൾ കയറുമ്പോൾ 60 രൂപയായിരുന്നു.
അപ്പ് ആൻഡ് ഡൗൺ ആണ് ചോദിച്ചത്. അപ്പോൾ 60 രൂപ അവർ ടിക്കറ്റ് പറഞ്ഞു. അപ്പോൾ ഇത് 10 മിനിറ്റായി ഇപ്പം നിർത്തും. ഇവിടെ ഒരു മയിലുണ്ട്, മലയിൽ നോക്കി. അപ്പോൾ ഇത് കറക്റ്റ് വടക്ക് ഭാഗമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. വിഷ് യു ആൾ ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ്.